അപ്പൊ എവിടെയായിരുന്നു ലൊക്കേഷനും? വിതുര, എല്ലാം ട്രിവാൻഡ്രം ലിമിറ്റഡ് ലൊക്കേഷൻ ആണ്. എല്ലാവരും വീടും ട്രിവാൻഡ്രം? ഞാൻ ട്രിവാൻഡ്രം ആണ്. അല്ല, ഞാൻ കൊല്ലത്താണ്. ഓക്കെ. പക്ഷെ ഈ സിനിമയില് ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെയുള്ള ആൾക്കാരുണ്ട്. ഉണ്ട്. അപ്പൊ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. അപ്പൊ ബാക്കി കാസ്റ്റുകളും എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്തത്? ഇപ്പൊ ഹീറോയിനും നമ്മൾ പറഞ്ഞു എങ്ങനെ വന്നേന്ന്. കൂടുതലും ഞങ്ങളെല്ലാം ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ വന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ നമുക്ക് അഡീഷണൽ ആൾക്കാരെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിന്റെ കെയർ ഓഫിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ച ആൾക്കാരെ കണ്ടെത്തുകയായിരുന്നു. ഒരു ക്യാരക്ടർ ഇപ്പോൾ ഞങ്ങൾ ഈവൻ ഒരു പ്രത്യേക ക്യാരക്ടറും ഞങ്ങൾ ഒരാളെ കാസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്കിന്റെ അടുത്ത് പ്രോപ്പറായിട്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു പുതിയ കാസ്റ്റിനെ അവിടെ കൊണ്ടുവരികയും ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുകയും ചെയ്തു. നിങ്ങൾ സിനിമ കാണുമ്പോൾ പറയാം, നമുക്ക് സിനിമ ഇറങ്ങിയ ശേഷമുള്ള ഇന്റർവ്യൂവിൽ അതിന്റെ ഡീറ്റെയിൽ ഞാൻ. അപ്പൊ ഈ പഴുതെന്ന് പറഞ്ഞ സിനിമ കഥ കേട്ടപ്പോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു റിയാക്ഷൻ? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു സ്റ്റോറിയിൽ ഇടയ്ക്ക് വെച്ച്. അപ്പൊ ആദ്യം കേട്ടപ്പോ ഓക്കെ, എനിക്ക് സ്റ്റോറി ഇഷ്ടപ്പെടും. ഞാൻ പൊതുവെ ഭയങ്കരമായിട്ട് സ്റ്റോറി സിനിമകൾ കണ്ട് അനലൈസ് ചെയ്ത് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ്. ഞാൻ പൊതുവെ സ്ക്രിപ്റ്റിനേക്കാൾ കൂടുതൽ ഞാൻ സ്റ്റോറീസും ഷോർട്ട് സ്റ്റോറീസും നോവൽ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ആ ഒരു മേഖലയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സ്റ്റോറീസ് കുറച്ചുകൂടി നോക്കും. അപ്പൊ എനിക്ക് കഥ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഓക്കെ കൊള്ളാം, സംഭവം പുതിയൊരു തീമാണ്, ഇതുവരെ ഞാൻ അധികം കേട്ടിട്ടില്ലാത്ത തീംസിൽ വന്നിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല പുതുതായിട്ടൊരു വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ റോളും നല്ല റോളായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതിൽ കുറച്ച് പാട്ടുകൾ ചിലപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഇതെനിക്ക് പറ്റുമോ ഇല്ലേ എന്നങ്ങനെ. അപ്പൊ ഈ സാറിന് ചോദിച്ചു, സാർ ഇത് ഞാൻ ചെയ്താൽ ശരിയാവോ, ഇതിങ്ങനെ ആവോ എന്ന് ചോദിച്ചപ്പോ സാർ ഒരു കുഴപ്പമില്ല, വന്നോളൂ, അത് വന്നോളൂ, ഞാൻ നോക്കിക്കോളാം, വന്നോളൂ, ഈ ഒരു ഇതിലായിരുന്നു വന്നത്. അപ്പോ എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോ എനിക്ക് സ്റ്റോറി ഇൻട്രസ്റ്റ് തോന്നിയത് ഒന്ന്, ഇതൊരു ത്രില്ലിങ് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന സാധനം ഉണ്ട് അതിനകത്ത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കി വരുമ്പോഴേക്കും അതിന്റെ ചേഞ്ചസ് നമ്മൾ തന്നെ കൊണ്ടുപോകാൻ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ ഇതുവരെയും കണ്ടില്ല ഫുള്ള്, ഞാൻ ഡബിങ്ങിന്റെ സമയത്ത് മാത്രമേ ആ ഒരു കണ്ടുള്ളൂ, ബാലൻസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ. രചന എന്താ തോന്നിയ കഥ കേട്ടപ്പോ? ഭയങ്കര ഇംപ്രഷൻ. കഥയെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ല, കാരണം കഥ കേട്ടപ്പോ ഉണ്ടായിരുന്ന ഒരു ഫീലും അത് എങ്ങനെയായിരുന്നു? കഥ കേട്ടപ്പോ വളരെ നല്ലൊരു കഥയായിട്ട് തോന്നി. അത് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടില്ലാതെ പോകുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത്. അപ്പൊ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന പോലെ മാറ്റം? വലിയ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റാലിൻ സാറ് പറഞ്ഞു തരുന്നു, നമ്മളത് കണക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. നല്ല അനുസരണമുള്ള രണ്ട് കുട്ടികളായിരുന്നു. അതിന്റെ അടുത്ത് വണ്ണം കൂട്ടിക്കൊള്ളാൻ പറഞ്ഞു, വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ ഇരിക്കുന്നല്ല, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിനിമയും ഇങ്ങനെ റിലീസിന് ജനുവരിയില് വരാൻ പോവാണ്. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഷോട്ട്, പുതിയ ആൾക്കാരാണ് ഞങ്ങളെങ്കിലും ഞങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഷോട്ട്, വാട്ട് ഈസ് നെക്സ്റ്റ്, ഹു ഈസ് ദാറ്റ്, ഈ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് പ്രേക്ഷകർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പറയുകയും ചെയ്യും. ഇത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, നമ്മൾ പൊതുവെ ഇൻവെസ്റ്റിഗേഷൻ പടത്തിൽ ഏറ്റവും ഇപ്പൊ കുറെ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളും കണ്ട ആൾക്കാർ ശീലിച്ചോണ്ട് പെട്ടെന്ന് ഗസ് ചെയ്യും, ഓക്കെ ഇന്ന ആളാണ് കില്ലർ, ഇന്നതുപോലെ ഇരിക്കും കഥ, അങ്ങനെ ഗസ് ചെയ്യും. അപ്പൊ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ പടം ഇറങ്ങുമ്പോ റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ഫേസ് ചെയ്യുന്ന ചാലഞ്ച് അതാണ്, ആൾക്കാർക്ക് കിട്ടരുത് ഗസ് ചെയ്തതാണ്. അങ്ങനെ തീർച്ചയായും പ്രത്യേക ശ്രദ്ധ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറയുന്നത്, ആദ്യം കഥ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല, പെട്ടെന്ന് ആളെ കിട്ടും എന്നുള്ളത്. അപ്പൊ കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? അതാണ് കൂട്ടായ ചർച്ചയിലൂടെ ഞങ്ങൾ അപ്പൊ എന്താ നിലയ്ക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? മെയിൻലി സപ്പോർട്ട് ചെയ്യുക, അതാണ് മെയിൻ. ഫസ്റ്റ് നമ്മള് ഈ പറഞ്ഞ എല്ലാരും പുതിയ ആൾക്കാരാണ്. പക്ഷെ പുതിയ ആൾക്കാരെന്ന് കരുതിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബാക്കി കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചു പേര് കണ്ടു കഴിയുമ്പോൾ അവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് കൊള്ളാം, ഓക്കെ ആണ്, ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് തോന്നുന്ന ഒരു ഫിലിമാണ്. അപ്പൊ ആ ഒരു അഷുറൻസ് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞൊക്കെ ഫുള്ള് കാണാത്തത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും എനിക്കറിയാൻ ചെയ്തതനുസരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുക,
നമുക്ക് മാക്സിമം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കുക. അത് തന്നെയാണ് മെയിൻ ആയിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്. രജൻ. എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം അടുത്ത പടത്തിൽ ഇവൻ ഇത്രേ ഉള്ളെന്ന് വിചാരിച്ചാലോ, അതുകൊണ്ട് മിനിമമാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് ഞാൻ പറയും. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. അതേട്ടാ, ഞാൻ ഇങ്ങനെ ഒരാള് പറയാനിരിക്കുന്നത്. ഇനിയും വരാനുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന് പറയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു കടലാണ്, ഒരു തുള്ളിയെ തന്നിട്ടുള്ളൂ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ പഴുത് എന്നുള്ള പേര് എങ്ങനെ വന്നു, അല്ലെങ്കിൽ വൈ ആ ഒരു ടൈറ്റിൽ? സിനിമയുടെ തുടക്കത്തില് ടൈറ്റിൽ ഇല്ലായിരുന്നു. കഥയുടെ ഡെവലപ്മെന്റിന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു പേര് വന്നത്. അത് കഥയിൽ ഒരു ഇൻസിഡന്റില് ഒരു രഹസ്യം റിവീൽ ചെയ്യുന്നത് ഒരു പഴുതിലൂടെയാണ്. ആ പേര്, ആ പഴുതുന്ന ആക്ച്വൽ മെറ്റീരിയൽ ആണ് നമ്മുടെ മനസ്സിനകത്ത് ആദ്യം വരുന്നത്. പക്ഷെ ഈ വാക്കിന്റെ അർത്ഥം സിനിമയ്ക്ക് സ്യൂട്ട് ആകും എന്നുള്ളത് ആ സ്റ്റോറി ഡെവലപ്മെന്റിലാണ് കിട്ടിയത്. അപ്പം സ്റ്റോറിയിലെ ഒരു മെറ്റീരിയൽ, വേർഡിന്റെ മീനിങ്ങിന്റെ ഡെപ്ത് ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ പേര്. ആദ്യമേ എല്ലാരും പറഞ്ഞത് നല്ലൊരു പേരാണ്, സ്യൂട്ടബിൾ നെയിം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആ തുടക്കമേ ആ പേരിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയാ, ഒരു പഴുത് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും എന്നറിയാനുള്ള നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമായിട്ട് ആശംസിക്കുന്നു. നിങ്ങളും പുതിയ പുതിയ വർക്ക്സ് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പടത്തിലൂടെ മാക്സിമം അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലില് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.